കോളേജൊക്കെ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള മാത്രമേ ഉള്ളൂ. ഹായ് ഹായ് പറഞ്ഞു. 108 110 പിള്ളേര് പഠിക്കുന്നതിന്റെ ക്ലാസ്സിൽ ഐ ഗോട്ട് ഓൺലി 8 വോട്ട്. തുറവൂർ സ്റ്റേജ് ഡെക്കറേഷൻ ജോലി ചെയ്യുന്ന ജിബിൻ റഷ്യയിൽ നടക്കുന്ന രാജ്യാന്തര സ്കിൽ ചാമ്പ്യൻഷിപ്പിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കഥ. എടാ നീ ഇതിനകത്ത് വേണടാ ജിബി. ഈ 2019 കൂടി എൻ്റെ ഡയറി എഴുത്തും ഞാൻ നിർത്തി. അതിൻ്റെ എന്തിനു ഞാൻ കത്തിച്ച് കളഞ്ഞു. എൻ്റെ ലൈഫിൽ എന്നെ ഇതുപോലെ വർണ്ണിച്ചിട്ടുള്ള ഒരാൾ വേറെ ഉണ്ടാവില്ല. എന്തിനാ ഞാൻ അങ്ങനെ ചെയ്തേ. എടാ ചിത്തു, എടാ ജിബി, നീയൊക്കെ എൻ്റെ വീട്ടിൽ വന്ന് ചായ പിടിച്ചതൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. നിർത്താനുള്ള കാരണവും പറയാം. ഹായ്, ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഗൈസ്, 8 വർഷത്തെ ഡയറി എഴുത്തിൽ ഞാൻ വീഡിയോയുടെ തുടക്കം 7 എന്നാണ് പറഞ്ഞത്. പക്ഷെ അല്ല ഗൈസ്, 8 വർഷത്തെ ഡയറി ഉണ്ട്. ആൻഡ് 4 വർഷത്തെ കഴിഞ്ഞു. ഇനി ഇത് 4 വർഷത്തെ +1 വരെ ഉള്ളത് ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അമ്മ ഒച്ച ഉണ്ടാക്കല്ലേ അമ്മ. ഇത് 2016 ഡയറിയാണ്. ദാറ്റ് മീൻസ് എൻഡ് ഓഫ് മൈ +2 ആൻഡ് ബിഗിനിങ് ഓഫ് മൈ കോളേജ് ഡേയ്സ്. 2016. അയ്യോ, എല്ലാത്തിനും എനിക്ക് പോകണം. തുടക്കം തന്നെ ഇതാണ്. KSUവിൻ്റെ മെമ്പർഷിപ്പ് എടുത്തതാണ് ഞാൻ. 5/8/2016, 8-ാം മാസം. റിയ ജോയ് ഫസ്റ്റ് BCom. ഞാൻ KSUവിൻ്റെ ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു. ഞാൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്ത ഫസ്റ്റ് ഇയറിൽ. അതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ക്ലാസ്സിൽ 100+ സ്റ്റുഡൻസ് ഉണ്ട് ഗൈസ്. 2 ക്ലാസ് ഒരുമിച്ചാണ്. BCom ട്രാവൽ ആൻഡ് ടൂറിസവും BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും. ഇത് 2 ക്ലാസ്സിലെ സ്റ്റുഡൻസ് ഒരുമിച്ച് ഒരു ക്ലാസ്സിലായിരിക്കണേ. ഞങ്ങളുടെ ക്ലാസ്സിൽ 110 അങ്ങനെ എന്തോ 108 അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. എന്നിട്ട് ആ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റ് വരുമ്പോൾ മാത്രം, TT അല്ലെങ്കിൽ CA വരുമ്പോൾ മാത്രം അതത് പിള്ളേർ ആ ക്ലാസ്സിലോട്ട് പോകും. അപ്പോൾ ആ സമയത്ത് ഇത്രയും പിള്ളേർ പഠിക്കുന്ന ക്ലാസ്സിൽ നമ്മൾ ഒരാൾ അറിയണമെന്ന് പറയുന്നത് ഭയങ്കര വലിയ ടാസ്ക്കാണ്. നമ്മളും എല്ലാവരും അറിയണമെന്നില്ല, കുറച്ച് പേരെ മാത്രമേ ഇപ്പോഴും എനിക്ക് അറിയാവുള്ളൂ. അപ്പം അന്ന് എൻ്റെ ലൈക്ക് ഇലക്ഷന് നിൽക്കണം, ജയിക്കണം അങ്ങനെയൊന്നുമില്ല. ഫസ്റ്റ് കോളേജ് പോകുന്നു, ഫസ്റ്റ് എക്സ്പീരിയൻസ് ഇല്ലേ. കോളേജൊക്കെ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള മാത്രമേ ഉള്ളൂ. അപ്പം അന്ന് ജോയിൻ ചെയ്ത സമയത്ത് ചേട്ടന്മാരെ അപ്രോച്ച് ചെയ്തു, ഇങ്ങനെ KSUവിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ. അപ്പൻ ഒരു കോൺഗ്രസ്സുകാരനാണ്, നമ്മളത് കണ്ട് വളർന്നതാണ്. അപ്പം പിന്നെ നമ്മൾ കേട്ട പാടി ഓക്കെ, എനിക്ക് കുഴപ്പമില്ല, KSUവിൽ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ എനിക്ക് അച്ഛനും പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ ഈ വർഷത്തെ സ്കൂൾ ലീഡർ, ക്ലാസ് ലീഡർ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ പറഞ്ഞതാണ്. അല്ല, ആ ഒരു ഇതായിട്ട് മത്സരിക്കുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ യെസ് പറഞ്ഞു. എൻ്റെ ഫ്രണ്ടൊക്കെ ഇപ്പം നിന്നൊക്കെ വേറെ പണിയില്ലേന്ന്. ഞാൻ എന്തായാലും യെസ് പറഞ്ഞു. ഞാൻ യെസ് പറഞ്ഞതിൻ്റെ ഒരൊറ്റ മോട്ടീവേ ഉണ്ടായിരുന്നുള്ളൂ. അറ്റ്ലീസ്റ്റ് എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് എൻ്റെ പേരെങ്കിലും മനസ്സിലാവുകയുള്ളൂ. കാരണം ഈ 100-ലധികം പിള്ളേർ പഠിക്കുന്ന സമയത്ത് ഒരാളുടെ പേര് ഓർത്തിരിക്കുക, അയാൾ നമ്മുടെ ക്ലാസ് ആണെന്ന് ഓർത്തിരിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് അറ്റ്ലീസ്റ്റ് ആ ഇലക്ഷൻ നോട്ടിൽ നമ്മുടെ പേര് കാണുമ്പോഴെങ്കിലും റിയ ജോയ് ഇങ്ങനത്തെ ഒരു സ്റ്റുഡൻറ് ഉണ്ടല്ലോ നമ്മുടെ ക്ലാസ്സിൽ എന്തെങ്കിലും പിള്ളേർ വിചാരിക്കുമല്ലോ. ആ ഒരൊറ്റ മോട്ടീവിലാണ് ഞാൻ ഫസ്റ്റ് ഇയറിൽ ഇലക്ഷന് നിന്നത്. ആൻഡ് യു ഗൈസ് നോ വാട്ട്, 108 110 പിള്ളേർ പഠിക്കുന്നതിൻ്റെ ക്ലാസ്സിൽ ഐ ഗോട്ട് ഓൺലി 8 വോട്ട്. 8 വോട്ട് മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. പക്ഷെ ഞാൻ ഹാപ്പി ആയിരുന്നു. എനിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ബിക്കോസ് അറ്റ്ലീസ്റ്റ് പിള്ളേർക്ക് തന്നെ അറിയാമല്ല, ആ ഒരു മൈൻഡായിരുന്നു. അയ്യോ അതെനിക്ക് ഇപ്പോഴും ഉണ്ട്. ഇലക്ഷൻ ഡേറ്റൊക്കെ എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അന്ന് എൻ്റെ ഓപ്പോസിറ്റ് നിന്ന SFI കാൻഡിഡേറ്റ് അനാഘ ചേച്ചി ആയിരുന്നു. അനാഘ ചേച്ചിക്ക് എത്ര 99 വോട്ടാ അങ്ങനെ ഒന്ന് ചേച്ചിക്ക് കിട്ടി. ഇത് എല്ലാ ഇതിലും എഴുതുന്ന പോലെ വെൽക്കം 2016 എന്ന് എഴുതിയിട്ടുണ്ട്. ആൽബിൻ്റെ ബർത്ത്ഡേ, നോർമൽ ഡേ എന്നൊക്കെ വെച്ചിട്ടുണ്ട്. 2016 എൻ്റെ +2ൻ്റെ ഒരു അവസാനം കൂടിയാണല്ലോ. അപ്പോൾ +2ൻ്റെ സെൻഡ് ഓഫ് ഡേയും അല്ലെങ്കിൽ +2ൻ്റെ കാര്യങ്ങൾ പകുതി വരെ ഉണ്ടാവും. ബാക്കി പകുതി എൻ്റെ കോളേജാണ്. അപ്പോൾ ആദ്യത്തെ +2 തന്നെയാണ്. +2 എനിക്ക് പഠിക്കാൻ സമയത്ത് എൻ്റെ ബോയ്സിൽ, അതായത് എനിക്ക് അവിടെ ചെന്നാലും ബോയ്സാണ് കൂടുതൽ ഫ്രണ്ട്സ്. എനിക്കതാണ് ഇഷ്ടം, ബോയ്സിനോട് കമ്പനി അടിക്കാൻ തന്നെയാണ് എനിക്കിഷ്ടം. എനിക്ക് അനന്തു ആൻഡ് സനൂപ് അവരെൻ്റെ 2 ബെസ്റ്റ് ഫ്രണ്ട്സാണ്. എനിക്ക് അവന്മാർ തന്ന ബർത്ത്ഡേ നോട്ടാണിത്. 27/1/2016. അനന്തു CS OS മീൻസ് ഓഫീസ് സെക്രട്ടറിഷിപ്പ്. ഞാൻ പഠിച്ച കോഴ്സാണ്. റോൾ നമ്പർ 5. ഹാപ്പി ബർത്ത്ഡേ ടു യു. പ്രിയ റിയ ജോയ്, ഹാപ്പി ബർത്ത്ഡേ. ഐ ആം സോറി, നിന്റെ പിറന്നാൾ ദിവസം ഇത് തരാൻ പറ്റിയില്ല. കാരണം അന്ന്
കയ്യിൽ പൈസ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ്, സോറി. എന്നും പല്ല് തേക്കുമ്പോൾ എന്നെയും സനൂപിനെയും ഓർക്കണം എന്ന് സ്വന്തം ഫ്രണ്ട്സ്. ഈ പല്ല് തേക്കുമ്പോൾ എന്ന് പറഞ്ഞ കാര്യം, അന്ന് എനിക്ക് അവൻ ഗിഫ്റ്റ് തന്ന എന്ത് സാധനം അറിയാമോ? ഇത്ര ഒരു കുഞ്ഞു ബ്രഷാണ് എനിക്ക്. ഐ സ്റ്റിൽ ഹാവ് ദാറ്റ് ബ്രഷ് ഗൈസ്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. വെയിറ്റ് എ മിനിറ്റ്. ഒരാൾ എൻ്റെ വീഡിയോയിൽ ജോയിൻ ചെയ്യാൻ വന്നിട്ടുണ്ട്. സേ ഹായ് പറഞ്ഞേ. നമ്മുടെ ക്യാമറ തവിടെയാണ് അവിടെ. ഹായ് പറ. ഹായ് പറഞ്ഞേ. മിണ്ടരുത് കേട്ടാ, ഞാൻ വീഡിയോ എടുക്കുന്നവരെ മിണ്ടരുത്. ഞാൻ ആ ബ്രഷ് എടുത്തിട്ട് വരാം. ഞാൻ ഇങ്ങനെയാണ് ആ ബ്രഷ് സൂക്ഷിച്ചേക്കുന്നത്. ഇതാണ് +2 പഠിച്ച സമയത്ത് എനിക്ക് അവന്മാർ ഗിഫ്റ്റ് തന്ന ബ്രഷ്. പെൻക്വിനാണെന്ന് തോന്നുന്നു. ഞാൻ അമ്മച്ചോട് പറഞ്ഞു ഇത് ആർക്കും കൊടുക്കരുത്, ഇത് എനിക്ക് സൂക്ഷിച്ച് വെക്കാമെന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ ആലോചിച്ചു 2016 കാര്യം. 2016 എനിക്ക് തന്ന ബ്രഷാണ് ഇത്. പഴുക്കായി. ഞാൻ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് ബ്രഷ് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആമസോണിൽ നിന്നാണ്, ഫ്ലിപ്കാർട്ടിൽ നിന്ന് അറിയില്ല, അവിടെ നിന്ന് മേടിച്ചതാണ്. എനിക്കിങ്ങനെ ഇതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ മെമ്മറീസ് അല്ലേ. പിന്നെ മാർച്ച് 31, ദാറ്റ് ഈസ് സെൻഡ് ഓഫ് ഡേ. ഒരു എസ്സേ തന്നെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ്. ഒരു എസ്സേ തന്നെ ഒരുപാടുണ്ടല്ലോ അന്നത്തെ പറയാനായിട്ട്. സെൻഡ് ഓഫ് അടിപൊളി ഒരു ദിവസമായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ദിവസം. ഞാനായിരുന്നു ആങ്കറിങ് മീൻസ് എല്ലാ കാര്യങ്ങളും സംസാരിച്ചത്, ടീച്ചേഴ്സിന് മുമ്പിരുന്ന് ഓരോ കാര്യങ്ങൾ അനൗൺസ് ചെയ്തത് എൻ്റെ ക്ലാസ്സിൽ ഞാനായിരുന്നു. അന്ന് എനിക്കിത് എൻ്റെ കുറിച്ച് എനിക്ക് കുഞ്ഞാപ്പ് തന്നതായിരിക്കും. ഇത് കുഞ്ഞാപ്പ് എൻ്റെ ക്ലാസ്സിലെ എൻ്റെ ഫ്രണ്ടാണ്. അത് നമ്മുടെ ക്ലാസ്സിലെ സെൻഡ് ഓഫിൻ്റെ അന്ന് എല്ലാവർക്കും ഓരോ ഗിഫ്റ്റ് ഒരു മൊമെൻറ്റോ പോലെ കൊടുക്കുകയാണ്. ക്ലാസ്സിലെ മരമണ്ടൻ അല്ലെങ്കിൽ ക്ലാസ്സിലെ മരമണ്ടി, ഇവിടെ എഴുതിയിട്ടുണ്ട് പേരൊക്കെ. ക്ലാസ്സിലെ സുന്ദരി റിസ്വാന, ദാറ്റ് ഇസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ഇച്ചു. ക്ലാസ്സിൽ കൂടുതൽ സമയം പുറത്ത് നിന്നത് അനിലാണ് കുഞ്ഞാപ്പു, പിന്നെ അനന്തു. അത് നമ്മൾ വിളിച്ചിട്ട് അവർ വരുമ്പോൾ അവർക്ക് നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കും. അങ്ങനെ കുട്ടികളെ താരാട്ടുമാട്ടി ഉറക്കുന്ന ടീച്ചർ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് വെട്ടി അത് കൊടുത്തില്ല. ഇനി ടീച്ചറിന് വിഷമം തോന്നിയാലെന്ന് വിചാരിച്ചിട്ട്. ക്ലാസ്സിലെ നമ്പർ 1 തല്ലിപ്പൊളി. അതൊക്കെ ക്വസ്റ്റ്യൻ മാർക്കാണ്. അത് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടത് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നമ്മുടെ ഇടയിൽ നിന്ന് ഒരാളെ ചൂസ് ചെയ്യും. ആരാണോ കൂടുതൽ ഭൂരിപക്ഷത്തിൽ ഒരാളുടെ പേര് പറയുന്നത് അയാൾക്ക് ഗിഫ്റ്റ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. ഇതന്ന് എനിക്ക് കുഞ്ഞാപ്പ് എഴുതി തന്നതാ. ഇത് ഇത്രയും പറയണമെന്ന് പറഞ്ഞത് ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. 2016 ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. സൗമറ ഡാൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. ഇതെല്ലാം ആ ഒരു ഇതാണ്. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അന്നത്തെ ദിവസം ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു എസ്സേ പോലെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെയുള്ള കുറേ നാൾ അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് നടക്കുന്ന സമയമാണ്. നമ്മൾ +2 മാർച്ച് കഴിഞ്ഞിട്ട് ജൂണിലാണ് ഞാൻ കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ട് പോകുന്നത്. ഞാൻ എൻ്റെ ഡിഗ്രി 3 വർഷം പഠിച്ചത് TK മാധവ് മെമ്മോറിയൽ കോളേജ് നങ്ങ്യാറുകുളങ്ങരയിലാണ്. ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത്. കാരണം നമ്മുടെ വീട്ടിൽ നിന്ന് 2 hours ഉണ്ട്, 1 സൈഡ് തന്നെ. അപ്പോൾ പിന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഹോസ്റ്റലിൽ നിൽക്കണം എന്നുള്ളത്. ദൈവാനുഗ്രഹിച്ച് എനിക്ക് ഹോസ്റ്റൽ തന്നെ കിട്ടി. എന്നിട്ട് അപ്പോൾ 3 വർഷമാണ് ഡിഗ്രി പഠിച്ചത് അവിടെ. അപ്പോൾ മാർച്ച് കഴിഞ്ഞിട്ടുള്ള കുറേ നാളൊക്കെ അലോട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഫുൾ ടൈം അക്ഷയയിൽ പോയിരിക്കും. ഓരോന്നോരോന്ന് അപ്ലൈ ചെയ്യും, പിന്നെ അലോട്ട്മെൻറ്റൊക്കെ നോക്കും. ആ ഒരു ടൈം ഓഫ് പീരീഡാണ്. മാർച്ച് കഴിഞ്ഞിട്ടൊരു ഏപ്രിൽ മെയ് ജൂണിൻ്റെ തുടക്കം. ആ സമയത്തൊക്കെ ട്രയൽ അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ കൂടുതൽ ദിവസം ഇങ്ങനെ നത്തിങ് സ്പെഷ്യൽ, സോ ബോറിങ്, വീട്ടിലിരിക്കുന്ന ദിവസങ്ങളാണ് അതൊക്കെ. അന്ന് നമ്മൾ +2 നമ്മൾ കാറ്റിസം പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവന്മാരുമായിട്ട് നല്ല കമ്പനിയാണ് ഇപ്പോഴും. ഇപ്പം എൻ്റെ വ്ളോഗിൽ കാണുന്നതൊക്കെ ഞങ്ങൾ ഒരുമിച്ച് കാറ്റിസം പഠിച്ച എൻ്റെ വീടിനടുത്തുള്ള എൻ്റെ ഫ്രണ്ട്സാണ്. അപ്പോൾ ആ സമയത്ത് അവന്മാരായിട്ട് കൂടുതൽ എടുക്കും. വെച്ചാൽ നമ്മൾ ഒരുമിച്ച് അക്ഷയയിൽ പോണതൊക്കെ. അപ്പോൾ എടാ ജിത്തു, നീയൊക്കെ എൻ്റെ വീട്ടിൽ വന്ന് ചായ പിടിച്ചതൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ജിബിനും ജിത്തും ഒക്കെ വീട്ടിൽ വന്ന് സംസാരിച്ചു കുറേ നേരം. എന്താണ്
അന്ന് ഇവന്മാർ സ്വന്തമായിട്ട് സ്റ്റേജ് ഡെക്കറേഷനൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തായിരുന്നു വെഡ്ഡിങ് നടക്കുന്ന സമയം. അപ്പം ഇവന്മാർക്കായിരുന്നു അതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ അന്ന് അവന്മാർ ഡെക്കറേഷൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന ചായയൊക്കെ കുടിച്ചത് അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതിച്ചിട്ടുണ്ട് ഇതിനകത്ത്. ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പറഞ്ഞില്ലേ റിസ്വാന, ഇച്ചു നല്ല അടിപൊളിയായിട്ട് മൈലാഞ്ചി ഇടും, മൈലാഞ്ചി ഡിസൈൻ വരക്കും. ഇത് ഇച്ചു എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. മൈലാഞ്ചിയുടെ ഇത് വെച്ചിട്ടൊരു മൈലാഞ്ചി ഡിസൈൻ അവൾ തന്നെ വരച്ചതാണ്. വിത്ത് ലവ് റിസ്വാന എന്ന് എഴുതിയിട്ടുണ്ട്. ഇച്ചു ഇപ്പോൾ കല്യാണം കഴിച്ചിട്ടുണ്ട്, നല്ല അടിപൊളി കുട്ടികളൊക്കെ ഉണ്ട്. ഞാൻ സെക്കൻഡ് ബേബിനെ ഇതുവരെ കാണാൻ പോയിട്ടില്ല. ഫസ്റ്റ് ബേബിനെ ഐശ്വര്യ ഞാൻ അവൾ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് കാണാൻ പോയതാണ്, പിന്നെ കണ്ടിട്ടില്ല. പോയിട്ടില്ല, ഒരു ദിവസം പോകണം, ഇച്ചുവിൻ്റെ അടുത്ത് പോകണം. പിന്നെ ഇതിനകത്ത് കുറേ മിഠായി കവറൊക്കെ ഉണ്ട്, അന്ന് കഴിച്ചിട്ടുള്ള കുറേ മിഠായി കവറൊക്കെയാണ്. പിന്നെ ഇതിനകത്ത് കുറേ എസ്സേകളുണ്ടല്ലോ. അന്ന് കോളേജിലെ കാര്യങ്ങൾ, കോളേജിലെ കുറേ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അന്ന് ലൈക്ക് ഞാൻ ഒരുപാട് പടം വരക്കും. അല്ല, ഇത് നിങ്ങൾ ഈ വാല്യൂട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറി ഇങ്ങനെ ഓരോ പടം വരക്കും. എൻ്റെ റൂമിൻ്റെ ഒരു വോള് ഫുള്ള് ഞാൻ വരച്ച പടങ്ങളായിരുന്നു. നമ്മൾ പേപ്പറിൽ പടം വരച്ചിട്ട് വോള് ഫുള്ള് ഒട്ടിച്ച് വെക്കും. എൻ്റെ അതിൻ്റെ ഏതെങ്കിലും ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിലൂടെ ആഡ് ചെയ്യാം. 2016 സക്സസ്ഫുള്ളി കഴിഞ്ഞു. ഇനി അടുത്തത് 2017. എനിക്ക് +2 പഠിച്ച സമയത്ത് ഇച്ചുവിനെ കിട്ടിയ പോലെ തന്നെ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തപ്പോൾ ഇച്ചുവിനെ പോലെ തന്നെ ഒരാൾ എനിക്ക് കിട്ടി. ദാറ്റ് ഈസ് ലയന. തമാശ ഇതിനകത്തുള്ളത്, ഞാനും ലയനയും +1 +2 ഒരു സ്കൂളിലാണ് പഠിച്ചത്. ഞാൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ കൊമേഴ്സ് എടുത്തു, അവൾ സാധാ കൊമേഴ്സ് എടുത്തു പഠിച്ചു. 2 വർഷം ഒരേ സ്കൂളിൽ പഠിച്ചിട്ട് ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല. ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കണം, പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഒരു സ്കൂളിൽ പഠിച്ചു എന്നതിനേക്കാൾ കൂടുതൽ വിറ്റ് ഞങ്ങൾ അടുത്തടുത്ത നാട്ടുകാരുമാണ്. എന്നിട്ടും ഇത്ര അടുത്ത് കടന്നിട്ടും ഞങ്ങൾക്ക് പരിചയപ്പെടാനും ക്ലോസ് ആകാനും അങ്ങ് ഹരിപ്പാട് വരെ പോകേണ്ടി വന്നു ഗൈസ്. അപ്പോൾ ഇത് 2017 ഡയറി. ആൻഡ് ദിസ് ഈസ് മൈ പേഴ്സണൽ ഫേവറേറ്റ് ഡയറി. നല്ല രസമാണ് ഈ ഡയറി, എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ്. ഇത് ഫെഡറൽ ബാങ്കിൻ്റെ ഡയറിയാണ്. സ്റ്റിൽ എല്ലാ ഇതിനകത്ത് എഴുതുന്ന പോലെ ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ബർത്ത്ഡേകൾ എഴുതിയിട്ടുണ്ട്. ഇത് എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ ഹോസ്റ്റൽ മേറ്റ് നീതു ചേച്ചി എനിക്ക് തന്ന ഒരു ബർത്ത്ഡേ കാർഡാണ്. ചേച്ചി തന്നെ വരച്ചതാണ്. ഹാപ്പി ബർത്ത്ഡേ, ഹോപ്പ് യുവർ ബർത്ത്ഡേ ഈസ് ഫുൾ ഓഫ് ലവ്ലി മൊമെന്റ്സ്, ലോട്ട്സ് ഓഫ് സർപ്രൈസസ് ആൻഡ് വാം വിഷസ്. യു ഡിസർവ് ഓൾ ദ ഹാപ്പിനെസ് ഫോർ യു ആർ സോ സ്പെഷ്യൽ. ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ റിയ കുട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു കാർഡാണിത്. ഇതൊക്കെ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് റിഗ്രറ്റ് തോന്നുന്നത്, അല്ലെങ്കിൽ അത് എന്തിനാ ഞാൻ അങ്ങനെ ചെയ്തേ എന്ന് വിചാരിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? ഞാൻ പറഞ്ഞില്ലേ 8ാം ക്ലാസ്സിലാണ് എനിക്കൊരു ഫസ്റ്റ് പ്രപ്പോസൽ കിട്ടുന്നത്. ആ സമയത്ത് എനിക്ക് അവൻ 2 ലവ് ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഏതോ ഒരു പൊട്ട ബുദ്ധിക്ക് ഞാൻ കത്തിച്ച് കളഞ്ഞത് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എന്തോ ആണ്. അതിൻ്റെ എന്തിന് ഞാൻ കത്തിച്ച് കളഞ്ഞു. ലൈക്ക് അതുണ്ടായിരുന്നെങ്കിൽ അത് അടിപൊളി ലവ് ലെറ്റർ ആയിരുന്നു. എൻ്റെ ലൈഫിൽ എന്നെ ഇതുപോലെ വർണ്ണിച്ചിട്ടുള്ള ഒരാൾ വേറെ ഉണ്ടാവില്ല. അത് അടിപൊളിയായിരുന്നു. അത് ഞാൻ കത്തിച്ച് കളഞ്ഞു. ഇത് ഞങ്ങൾ സിനിമയ്ക്ക് പോയത് ഏതെന്നറിയോ? മുന്തിരി വള്ളികൾ തളിർക്കുമ്പോൾ. ആരൊക്കെയെന്നറിയാവോ? ഞാൻ, ലേന, ലക്ഷ്മി, നിതില, രഹ്ന, ഞങ്ങളെല്ലാവരും കൂടി സിനിമയ്ക്ക് പോയതാണ് മുന്തിരി വള്ളികൾ തളിർക്കും. അതായത് നമ്മൾ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് അവിടെ ഹരിപ്പാട് തിയേറ്ററിൽ കാണാൻ പോയതാണ്. പിന്നെ ഡിഗ്രിക്ക് ചേർന്നപ്പോഴേക്കും ദർ ഈസ് എ ലോട്ട് ഓഫ് തിങ്സ്. എഴുതാൻ കാരണങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് കോളേജിൽ നടക്കണത്, ഹോസ്റ്റലിൽ നടക്കുന്ന വിശേഷങ്ങൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ. ഇതെന്താണെന്നറിയാവോ? സർട്ടിഫിക്കറ്റ് എല്ലാം എൻ്റെ കയ്യിലായിപ്പോയി ഹോസ്റ്റലിൽ വെച്ചിട്ട്. അപ്പോൾ അതൊക്കെ അമ്മച്ചിക്ക് വേണം, ഇവിടെ ആരെയും കാണിക്കാൻ എന്നും പറഞ്ഞിട്ട് എന്നോട് ചോദിച്ചു. അപ്പം അന്ന് എനിക്ക് വന്നു കൊണ്ട് കൊടുക്കാന്നുള്ള ഇതില്ലായിരുന്നു, ക്ലാസ് മിസ്സാവും എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ അമ്മച്ചിക്ക് എന്ത് ചെയ്തു? സ്പീഡ് പോസ്റ്റ് അയച്ചു കൊടുത്തു. ഹരിപ്പാടിൽ നിന്ന് ചേർത്തലയിലേക്ക് സ്പീഡ് പോസ്റ്റ് അയച്ചു കൊടുത്തതിൻ്റെ ആ ഒരു ഇതാണ് കാണുന്നത്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഗൈസ്. എഴുതിയിട്ടുണ്ട്, ബട്ട് ഐ ഡോണ്ട് വാണ്ട് ടു ഷെയർ ഓൾ ദ ഡീറ്റെയിൽസ്. എല്ലാ കാര്യങ്ങളും പറയുന്നത് ചെയ്യല്ലോ. ഇത് ഗെയിം സാനിയയിൽ സിനിമയ്ക്ക് പോയതാണ്. ആ ടിക്കറ്റ് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഏത് സിനിമ എന്നറിയാവോ? വെളിപാടിൻ്റെ പുസ്തകം.
ഫാമിലി ആയിട്ടാണ് പോയത്. ഞങ്ങൾ വെളുവാഴിൻ്റെ പുസ്തകം സിനിമയ്ക്ക് പോയതിൻ്റെ ടിക്കറ്റാണിത്. ഞാൻ പറയണത് കിട്ടിയോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. നല്ല മഴയുണ്ടായിരുന്നു പുറത്ത്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മത്സരിക്കാൻ നിന്നത്, ഇലക്ഷന് നിന്നത്, അന്ന് എൻ്റെ ക്ലാസ്സിൽ ജയിച്ചത് SFI ആണ്. യദു ആൻഡ് അനഘ ചേച്ചി. എനിക്കറിയാം നിങ്ങൾ രണ്ടുപേരും എൻ്റെ വീഡിയോസ് കാണുന്നില്ലായിരിക്കാം, ചിലപ്പോൾ കാണുന്നുണ്ടായിരിക്കാം, ഐ ഡോണ്ട് നോ. നിങ്ങളുടെ കൈ പോലും ഉണ്ടായിരിക്കില്ല, നിങ്ങൾ പോലും ഓർക്കുന്നുണ്ടാവില്ല. ബട്ട് സ്റ്റിൽ ഐ ഹാവ് ദാറ്റ് ന്യൂസ് കട്ടിങ്. എന്നുവെച്ചാൽ നങ്ങ്യാറുകുളങ്ങര TKMM കോളേജ് KS വിഷ്ണു നാരായണൻ ചെയർമാനായിട്ട് SFI, AR അനഘ ജനറൽ സെക്രട്ടറി, യദു മോഹൻ, അഫ്സാന അഷ്റഫ് UUC. അതിൽ യദുവും അനഘയും എൻ്റെ ക്ലാസ്സിൽ നിന്ന് തന്നെയാണ്. ഞാൻ പറഞ്ഞു ഞാൻ അന്ന് കുറേ ഇത് വരക്കും, പിക്ചേഴ്സ് വരക്കും. ഞാൻ പറഞ്ഞു ഇവിടെ വോൾ ഫുൾ ഫോട്ടോസ് വരക്കും. ഞാനും വരക്കും, എൻ്റെ അനിയത്തിയും വരക്കും. അപ്പം അന്നൊരു ദിവസം വരച്ചത് ടൈമും ഡേറ്റും എല്ലാം ഉണ്ട്. അത് എൻ്റെയും അനിയത്തിൻ്റെയും ഒരു ഇതാണ് കേട്ടോ. പടം വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ താഴത്ത് ഡേറ്റും ടൈമും എഴുതി വെക്കും. ഇത് 2017 13:32 7 മണി. ഹോസ്റ്റലിലൊക്കെ നമുക്ക് പ്രത്യേകിച്ച് ഒരു പണിയില്ലല്ലോ, അപ്പോൾ ചെയ്യുന്ന കലാവിരുദ്ധകളാണ് ഇതൊക്കെ. ആ സമയത്താണ് നോട്ട് നിരോധനം വന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇത് പഴയ 2 നോട്ടാണ്. ആ സമയത്താണ് നോട്ട് നിരോധനമൊക്കെ വന്നത്. നമ്മുടെ പഴയ 500, 1000 ഒക്കെ ആ സമയത്താണെന്ന് തോന്നുന്നു. എല്ലാം കഴിഞ്ഞ് നോട്ടൊക്കെ എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയമല്ല, അതിൻ്റെ ലാസ്റ്റ് ഡേറ്റും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് ഈ നോട്ട് പ്രത്യക്ഷപ്പെട്ടു. ഇത് അത്രയും തിരഞ്ഞു നടന്നിട്ട് എല്ലായിടത്തും എടുത്തല്ല, നമ്മൾ നോട്ട് മൊത്തം മാറ്റണമായിരുന്നല്ല. അത് കഴിഞ്ഞ് കിട്ടിയൊരു നോട്ടാണ് 500-ൻ്റെ ഒരു നോട്ട്. ഇതിനൊക്കെ ഒന്നും ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് ഇനിയിപ്പോൾ പഴയ നോട്ടിൻ്റെ കളക്ഷനായിട്ട് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇനി ഒന്നും ആർക്കുമില്ല. 2017 പറയാനൊന്നുമില്ല. നെക്സ്റ്റ് 2018 ഇത് KSC ലിമിറ്റഡ് ഇരിങ്ങാലക്കുട. ഇതൊക്കെ ഡയറി എനിക്ക് ആര് തന്നാന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. ഏതോ ഒരു ഡയറിയിൽ മാത്രം ഞാൻ അഞ്ജന ചേച്ചി തന്നതാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ബാക്കി ഓൾമോസ്റ്റ് ഡയറിയൊക്കെ അപ്പം തന്നതാണ് എനിക്ക്. BCom ട്രാവൽ ആൻഡ് ടൂറിസം എൻ്റെ സെമസ്റ്റർ വൈസ് ഗ്രേഡ് എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ. എനിക്ക് 71% ആയിരുന്നു കേട്ടോ. അതായത് കോളേജ് സർട്ടിഫിക്കറ്റിൽ കിടക്കുന്നത് 71% മാർക്ക് കിട്ടി. ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു. ട്രെയിൻ ടിക്കറ്റ് ഒക്കെ ഉണ്ട്. ട്രെയിൻ ടിക്കറ്റ്സ് ഇത് ആലപ്പുഴയിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ ഒരു ഓഫീസുണ്ട്. അവിടെ ചെന്നിട്ട് നമ്മൾ റീവാലുവേഷൻ്റെ അല്ല എന്തിൻ്റെയോ ഫീസ് അടക്കാൻ എന്തോ കാര്യം അന്വേഷിക്കാൻ വേണ്ടി പോയതാണ്. ഞാനും ലേനയും സുഫിലിയും കൂടി. പക്ഷെ നടന്നില്ല, മൂഞ്ചിപ്പോയി. ഞാൻ അതേപോലെ തന്നെ ഡയറിക്കകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. 3 വരുമ്പോൾ മൂഞ്ചി പോകും ഗൈസ്. അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഡയറിക്കകത്ത്. അമ്മ ഒന്ന് മിണ്ടാണ്ടിരിക്കുമ്മ, ഒരു കുറച്ച് നേരത്തെ കാര്യമുള്ളല്ലോ. ഇത് ന്യൂസ് കട്ടിങ് ആണ്. ഇതെൻ്റെ ഫ്രണ്ട് ജിബിൻ വില്യംസ്. അവൻ ഫ്ലോറിസ്ട്രിയുടെ ഒരു കോമ്പറ്റീഷന് വേൾഡിൽ മത്സരിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്ത ഇവിടെ ഇരിപ്പുണ്ടവൻ. അന്ന് ന്യൂസ് വന്നതാണ്, ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പുരസ്കാര നിറവിൽ തൊഴിൽ നൈപുണ്യ മേളക്ക് സമാപനം. ഇത് ഇവിടെ വെച്ച് നടന്നതാണ്. ഇന്ത്യൻ സ്കിൽസ് കേരള. ഇത് കേരളത്തിൽ വെച്ച് നടന്നത്. അവിടെ നിന്ന് ഫസ്റ്റ് ഗോൾഡ് മെഡൽ കിട്ടി ലാസ്റ്റ് റഷ്യയിൽ പോയതും. ചേച്ചിയാണ് എൻ്റെ ചേച്ചിയുടെ ചേട്ടൻ്റെ വെഡിങ്ങിൻ്റെ ഇത് വെഡിങ് അല്ലായിരുന്നു, ഇത് എനിക്ക് തോന്നുന്നു വെഡിങ്ങിൻ്റെ കാർഡാണ്. ആ സമയത്ത് മിക്കപ്പോഴും ക്ലാസ് ഇല്ല, മഴ. അന്ന് അവൻ്റെ തന്നെ ജിബിൻ്റെ തന്നെ ന്യൂസ് വന്നതാണ്. തുറവൂർ സ്റ്റേജ് ഡെക്കറേഷൻ ജോലി ചെയ്യുന്ന ജിബിൻ റഷ്യയിൽ നടക്കുന്ന രാജ്യാന്തര സ്കിൽ ചാമ്പ്യൻഷിപ്പിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കഥയെന്നും പറഞ്ഞിട്ട് വന്നതാണ്. അത് ഞാൻ കട്ട് ചെയ്ത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. അതിന് പ്രത്യേകിച്ചൊന്നുമില്ല ഗൈസ്. എന്തുകൂടി ഉണ്ടല്ലോ.
അപ്പോൾ 2018 കഴിഞ്ഞു. ആൻഡ് ദിസ് ഈസ് മൈ ലാസ്റ്റ് ഇയർ 2019. 2019 ഞാൻ ഡിഗ്രി ഫിനിഷ് ചെയ്യണത്. അപ്പോൾ ഇത് ഈ 2019 കൂടി എൻ്റെ ഡയറി എഴുത്തും ഞാൻ നിർത്താനുള്ള കാരണം പറയാം. ഇത് നമുക്ക് ആദ്യം നോക്കാം. 2019 ഡയറി തുറക്കുമ്പോൾ തന്നെ എന്തോ ഉണ്ട്. ഇത് APJ അബ്ദുൽ കലാമിൻ്റെ ഒരു കോട്ടാണ്. ഞാൻ ഫസ്റ്റ് ATM എനിക്ക് ATM യൂസ് ചെയ്യാൻ അറിയാൻ പാടില്ലായിരുന്നു. എൻ്റെ ഫ്രണ്ട് ലേന, അവളാണ് എനിക്ക് ATM വിഡ്രോ ചെയ്യാനൊക്കെ പഠിപ്പിച്ചത്. ഞാൻ ഫസ്റ്റ് ATM വിഡ്രോ ചെയ്തപ്പോൾ വന്ന റിസീപ്റ്റാണ് ഇത്. എല്ലാം മാഞ്ഞു പോയി, പ്രിൻ്റ് ഒന്നുമില്ല, പക്ഷെ അത് ഞാൻ എപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ചില കാര്യങ്ങൾ ഭയങ്കര ക്രിഞ്ചൊക്കെ ഫീൽ ചെയ്യണം എനിക്ക്, പക്ഷെ മെമ്മറി, ക്രിഞ്ചിൻ്റെ വേറൊരു ഇതാണല്ലോ മെമ്മറി. 2019 ഞാൻ ഡിഗ്രി പാസ് ഔട്ടായിട്ട് ആ വർഷം തന്നെയാണ് ഞാൻ നമ്മുടെ ട്രിവാൻഡ്രം വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൽ 1 ഇയറിൽ അപ്രൻറ്റീസ് ട്രെയിനിയായിട്ട് ജോയിൻ ചെയ്യണത്. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഡിഗ്രിയുടെ എൻഡും അതിൻ്റെ സ്റ്റാർട്ടിങ്ങുമാണ് 2019 വരുന്നത്. അപ്പോൾ അത് ഞാൻ പോയിട്ടുള്ള എൻ്റെ ട്രെയിൻ ടിക്കറ്റ് വരെ ഞാൻ അതിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇത്രയും വിടുന്ന വീഡിയോ എടുത്ത് തീർക്കാം. അവിടെ ഭയങ്കര ബഹളം, അപ്പനും അമ്മയും കൂടി. ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോ എടുക്കുമ്പോൾ അവിടെ നിന്ന് സംസാരിക്കായിരുന്നു. ഇത്ര നേരം സൈലൻ്റ് ആയിരുന്നു, അമ്മച്ചി മാത്രമല്ലായിരുന്നു. ഇപ്പം അപ്പം വന്നപ്പോൾ ഭയങ്കര സംസാരം. അതായത് എനിക്ക് അവിടെ നിന്ന് കിട്ടിയ ഒരു സ്റ്റിക്കറാണ്, അത് ഞാനത് സൂക്ഷിച്ചിട്ടുണ്ട്. വിക്രം സാരാഭായ് സ്പേസ് സെൻ്റർ. അപ്പോൾ ജൂലൈയിലൊക്കെ ഞാൻ അവിടെയാണ്, ജൂലൈ 8 ഞാൻ അവിടെയാണ്. എടാ നീ ഇതിനകത്ത് വേണടാ ജിബിനും പൂക്കണം. ഒളിമ്പിക്സ് ലെവലാ. സ്കിൽ ഒളിമ്പിക്സിൽ പുഷ്പവിന്യാസത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ചേർത്തല സ്വദേശി ജിബിൻ വില്യംസ് എന്ന് പറഞ്ഞിട്ട് അന്ന് ന്യൂസ് വന്നതാണിത്. കുറേ നേരം ഇരുന്നിട്ട് എൻ്റെ കാലൊക്കെ കഴക്കണം. സാനിയയിൽ സിനിമയ്ക്ക് പോയതിൻ്റെ ടിക്കറ്റ് ഉണ്ട്. പിന്നെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ISRO നിൽക്കുന്ന സമയത്തുള്ള കുറേ പ്രശ്നങ്ങളല്ല, അന്നത്തെ എൻ്റെ ഹോസ്റ്റൽ ലൈഫ്, ജോബ് ലൈഫ്, എൻ്റെ ഫസ്റ്റ് കരിയറാണ് ISRO എന്ന് പറയുന്നത്. അത് ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ നിന്നിട്ടില്ല. ഡിഗ്രി കഴിഞ്ഞ ഉടനെ അവിടെ പോയി ഞാൻ ജോയിൻ ചെയ്തത്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഗൈസ്. അപ്പോൾ 2019 കൂടി എൻ്റെ ഡയറി എഴുത്ത് ഞാൻ ഫിനിഷ് ചെയ്തു, നിർത്താനുള്ള കാര്യങ്ങൾ പറയാം. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഇയറിൽ 2019 ഞാൻ എഴുതിയ ഡയറി അമ്മച്ചി എടുത്ത് വായിച്ചിരുന്നു. അതെനിക്ക് തീരെ ഇഷ്ടമായില്ല. കാരണം എൻ്റെ ഡയറി എന്ന് പറയുമ്പോൾ എൻ്റെ പ്രൈവസി അല്ലേ. ഇപ്പം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് എൻ്റെ ഓർമ്മകളാണ്. ഇപ്പോഴും ഞാൻ അതിനകത്ത് എഴുതിയ കാര്യങ്ങളൊന്നും നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല. ഒരുപാട് കാര്യങ്ങളില്ല, ഓൾമോസ്റ്റ് എല്ലാ പേജിലും അന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഞാൻ എഴുതിയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളായിട്ട് ഇപ്പോൾ ഷെയർ ചെയ്തത് എൻ്റെ ഓർമ്മകളാണ്, കുറേ മെമ്മറീസ് മാത്രമാണ്. അപ്പോൾ എൻ്റെ ഡയറി അമ്മച്ചെടുത്ത് മൊത്തം കുത്തിയിരുന്ന് വായിച്ചത് എനിക്കിഷ്ടമായില്ല. അന്ന് ഞാൻ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി വീട്ടിൽ ഞാൻ തല്ല കീഴായിട്ട് വെച്ചെന്ന് പറയാം. അന്ന് പ്രശ്നം ഉണ്ടായിട്ട് ഞാൻ അതോടുകൂടി ഡയറി എഴുത്ത് കംപ്ലീറ്റ് ആയിട്ട് നിർത്തി. പക്ഷെ അതെനിക്ക് ഉണ്ടായിരുന്ന നല്ലൊരു സ്വഭാവമായിരുന്നു, പക്ഷെ നിർത്തേണ്ടി വന്നു. ഇതാണ് ഗൈസ് എൻ്റെ 8 വർഷം കൊണ്ട് ഞാൻ എഴുതിയ എൻ്റെ ഓർമ്മ പുസ്തകം എന്ന് പറയാം. ഡയറി എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ ഓർമ്മ പുസ്തകം എന്ന് പറയുന്നതായിരിക്കും ഇത്രയോടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഞാനിപ്പോൾ ഡയറി തുറന്നപ്പോഴേക്കും എനിക്ക് ഈ ഒരു ഫോട്ടോ അതിനകത്ത് നിന്ന് കിട്ടിയതാണ്. ഇത് ഞങ്ങൾ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ഷിമ്മാൻറ്റിയുടെ കല്യാണത്തിന് ഇരട്ട കുട്ടികളുടെ ഒരു ഇതറിയാലോ. ആദ്യം കല്യാണം വന്നാൽ ഫ്ലവർ ഗേൾസ് ആയിട്ട് നിൽക്കണം. അപ്പോൾ ആൻറ്റിയുടെ കല്യാണത്തിന് ഞങ്ങൾ ഫ്ലവർ ഗേൾസ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു, ഒരേപോലത്തെ ഡ്രസ്സ് ഇട്ടിട്ട്. കൂടുതലും സ്ക്രാച്ചായി ഫംഗസ് കയറിപ്പോയി. ഇപ്പം ഞാൻ ChatGPTയോടും ഈ ഫോട്ടോ സ്ക്രാച്ച് മാറ്റി തരുമോ എന്ന് ചോദിച്ചു. അപ്പം എനിക്ക് ChatGPT സ്ക്രാച്ച് മാറ്റി തന്ന ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. ChatGPT ചോദിച്ചപ്പോഴേക്കും എനിക്ക് സ്ക്രാച്ച് മാറ്റി തന്ന്. ഫേസിൽ ഓൾമോസ്റ്റ് സെയിം ആണെന്ന് പറയാം ഫേസ്, പക്ഷെ അതുപോലെ വന്നില്ല. പിന്നെ ഇപ്പോൾ ഡയറി എഴുതുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഡയറി എഴുതുന്നില്ല. ബട്ട് ഐ ഹാവ് ദിസ് സ്മോൾ ഡയറി. 2025 ഇത് ഗാന്ധിജി അപ്പൂപ്പനാണ്. ഇതെനിക്ക് എൻ്റെ അപ്പൻ തന്നതാണ് ഈ വർഷം. പക്ഷെ ഇപ്പോൾ ഡയറി അല്ല എഴുതുന്നത്. പല ജീവിത സാഹചര്യങ്ങൾ മൂലം ഇപ്പം ഞാൻ മെയിനായിട്ട് എഴുതുന്നത് യൂട്യൂബിൽ ഇടുന്ന ഓരോ കണ്ടൻറ്റാണ്. ഏതൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യണം, ഇടുന്ന വീഡിയോസ് ഞാൻ ടിക്ക് ചെയ്ത് പോകും. ഏതൊക്കെ ഷോർട്സ് ഇടണം, ഏതൊക്കെ വീഡിയോസ് ഇടണം, അതിന് എഴുതി സൂക്ഷിച്ചിട്ടുണ്ട്. യൂട്യൂബ് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട്
മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇപ്പം ഞാൻ എഴുതുന്നത് ജീവിതത്തിൻ്റെ ഒരു പോയി എത്തിയപ്പോഴേക്കും കൂടുതൽ പ്രാരാരയിലേക്ക് പോയി ലൈഫ് പോയപ്പോഴേക്കും അതിൻ്റെ ഒരു ആവശ്യം വേണ്ടി വന്നു. ലൈക്ക് ഇപ്പോൾ ഞാൻ സ്നാക്സിന് വരെ ഞാൻ ഒരു മാസം ചായ കുടിക്കണമെങ്കിൽ ആ ചായക്ക് വരെ എത്ര രൂപ സ്പെൻഡ് ചെയ്യണമെന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആണ് ഇതൊക്കെ ഓരോ മാസത്തെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്നെ തന്നെ വിലയിരുത്താൻ പറ്റും ഏതിലേക്കാണ് പൈസ കൂടുതൽ ഞാൻ ചിലവാക്കണതെന്ന്. ഓഫ് കോഴ്സ് ഫുഡാണ് ഗൈസ്, ഫുഡിലേക്ക് തന്നെയാണ് കൂടുതൽ പൈസ ചിലവാക്കുന്നത്. ഇപ്പോൾ ഡ്രസ്സ് പോലും അങ്ങനെ മേടിക്കാറില്ല. പിന്നെ ഇതിനകത്തുണ്ട്, അത് ഞാൻ മലേഷ്യ പോയപ്പോൾ അവിടെ നിന്ന് എടുത്ത ഒരു എനിക്ക് നറുക്കിട്ടല്ല, ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും, അങ്ങനെ കിട്ടിയൊരു കാർഡാണ്. പിന്നെ ഒരു മലേഷ്യൻ റിങ്കറ്റും ഉണ്ട്, ഒരു രൂപയുടെ മലേഷ്യൻ റിങ്കറ്റും ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. സോ ഗൈസ്, ഇതാണ് എൻ്റെ ഡയറി വിശേഷങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ഓർമ്മ പുസ്തകങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സോ ഗൈസ്, ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ഇത് കാണുന്ന എൻ്റെ ഫ്രണ്ട്സിന് കുറേ കാര്യങ്ങളൊക്കെ ഓർമ്മിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഐ എം സോ മച്ച് ഹാപ്പി. ഓക്കെ ഗൈസ്, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. Till then, bye. See you.